യൂറോപ്പിലെ IT ഹബ് അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഹബ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കൺട്രിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കൺട്രി ഏതാണെന്നല്ലേ, ഇറ്റ് ഈസ് അയർലാൻഡ്. ബിസിനസ് കോഴ്സുകളും ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി കൺട്രി ഓപ്ഷനാണ് അയർലാൻഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അയർലാൻഡിൻ്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് എന്താണെന്ന് നിദാലിൻ്റെ അടുത്ത് ചോദിക്കാം. ഇപ്പോൾ അയർലാൻഡിൽ നമുക്ക് ഒരുപാട് കോളേജസും യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇവിടുന്ന് നമുക്ക് ബാച്ചിലേഴ്സിൽ മിനിമം ഒരു 55% വരെ സ്കോർ ചെയ്ത സ്റ്റുഡൻസിന് നമുക്ക് ഈസി ആയിട്ട് അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കോളേജസ് ആവും ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരിക. ആഫ്റ്റർ സ്കോളർഷിപ്പ് ഒരു 13 ലക്ഷം ഫീസിലൊക്കെ അവർക്ക് അയർലൻഡിലത്തെ കോളേജസിൽ അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ IELTS മിനിമം സ്കോർ ആയിട്ടുള്ള ബാൻഡ് 6 കിട്ടിയാൽ തന്നെ നമുക്ക് അഡ്മിഷൻസ് എടുക്കാൻ പറ്റും. ഇനി IELTS ഇല്ലാത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും ഡുവലിംഗോ പോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും അത് വെച്ചിട്ടും നമുക്ക് അയർലൻഡിലെ കോളേജസിൽ നമുക്ക് അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, നല്ല ഇൻഫർമേഷൻ ആണ്. അപ്പം നിദാൽ പറഞ്ഞ പോലെ IT റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ അയർലാൻഡിൽ അവൈലബിൾ ആണ്, ഇപ്പോൾ സ്റ്റിൽ ഓപ്പൺ ആണ്. അയർലാൻഡിൽ വേറെയും ഒരുപാട് സവിശേഷതകളുണ്ട്, അത് നമുക്ക് ദിൽഷാന്റെ അടുത്ത് ചോദിക്കാം. അതെ, ഇവർ പറഞ്ഞ പോലെ തന്നെ അയർലൻഡിൽ ഇപ്പോൾ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ 2 വർഷത്തെ സ്റ്റേ ബാക്ക് വരുന്നുണ്ട്, ഗ്യാരണ്ടി സ്റ്റേ ബാക്ക് ആണ്. പിന്നെ അതേപോലെ തന്നെ വിസ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ നെക്സ്റ്റ് ഇൻഡെക്സ് എല്ലാം ഇപ്പോൾ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് കൺട്രി തന്നെയാണ് അയർലൻഡ്.